ഹായ് ഫ്രണ്ട്സ്, ടെക് ഫോർ മാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊബൈലിൽ ലാബ് 6 എങ്ങനെ ചെയ്യാം? ലാബ് 6 എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ഓഫ് ട്രിഗണോമെട്രി ഇക്വേഷൻസ്. ഇതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ഓഫ് സൈൻ എക്സ് പ്ലസ്. ഇപ്പോൾ സൈൻ ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ അങ്ങനെ വരുന്ന നമ്പേഴ്സ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് ആൻ ഇൻറ്റിജർ സ്ലൈഡ്. ഒരു ഇൻറ്റിജർ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണം. വിത്ത് മിനിമം 1 ആണ്. അതിനുശേഷം നമ്മൾക്ക് ഗ്രാഫിക്സിൽ എക്സ് ആക്സിലെ ഡിസ്റ്റൻസ് മാറ്റാൻ വേണ്ടി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രാഫിക്സിൽ പോയി എക്സ് ആക്സിലെ ഡിസ്റ്റൻസ് π/n എന്നാക്കി മാറ്റുക. അതിനുശേഷം ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൂടാതെ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. f(x) ഈക്വൽ ടു sin x മൈനസ് എ. അപ്പോൾ sin x ഈക്വൽ ടു എ ആയാൽ നമുക്ക് വരയ്ക്കേണ്ട ഗ്രാഫ് sin x മൈനസ് എ വരച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യും, ഇൻറ്റിജർ സ്ലൈഡർ. ലാപ്ടോപ്പിലാണെങ്കിൽ ഇൻറ്റിജർ സ്ലൈഡർ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഇവിടെ 1 കൊടുക്കുക. ഇൻറ്റിജർ സ്ലൈഡർ എന്ന് പറഞ്ഞാൽ 1 ആണ് സ്റ്റാർട്ടിങ് വാല്യൂ. മിനിമം എന്ന് പറയുന്നത് മാക്സിമം ഞാനിവിടെ 12 കൊടുക്കുകയാണ്. ഇൻറ്റിജർ സ്ലൈഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻക്രിമെൻറ്റ് 1 ആണ്. ഒരു ഇൻറ്റിജർ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. ലാപ്ടോപ്പിലാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ സ്ലൈഡർ ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻറ്റിജർ സ്ലൈഡർ ചോദിക്കും. ഓട്ടോമാറ്റിക്കായി ഇൻക്രിമെൻറ്റ് മാത്രം മാറ്റി കൊടുത്താൽ മതി, അല്ലെങ്കിൽ മാക്സിമം ഇൻക്രിമെൻ്റ് എല്ലാം മാക്സിമം മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇവിടെ അങ്ങനെയല്ല. ഇപ്പം ഞാൻ ഇതിന് എന്നാണ് വന്നേക്കുന്നത്. നമുക്കത് n ആക്കാൻ വേണ്ടി ഞാനിവിടെ മൂവിങ് ടൂൾ എടുത്ത് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്പർ എന്നാണ് വന്നേക്കുന്നത്. അത് റീനെയിം ചെയ്താൽ മതി. n എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടുത്തെ സ്ലൈഡർ n ആയി മാറി. അതിനുശേഷം നമ്മൾ അടുത്ത് പറഞ്ഞേക്കുന്ന ഈ എക്സ് ആക്സിലെ ഡിസ്റ്റൻസ് മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്. π/n ആക്കാൻ അതിന് ഈ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഗ്രാഫിക്സിൽ ഡിസ്റ്റൻസ് നോക്കുക. അവിടെ ഓട്ടോമാറ്റിക് മാറ്റിയിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യണം. π/n എന്നാണ് pi/n എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുക. ടൈപ്പ് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നു. പിന്നെ സൂം ചെയ്ത് നമുക്കിവിടെ n കൊടുത്തിരിക്കുന്ന 1 ആണ്. അപ്പം പൈയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും പോകുന്നത്. π/1 എന്ന് വെച്ചാൽ പൈയുടെ മൾട്ടിപ്പിളിൽ പോകും. ഇനി n 2 ആക്കിയാൽ π/2ൻ്റെ മൾട്ടിപ്പിളിൽ പോകും. 3 ആക്കിയാൽ അതുപോലെ π/3യുടെ മൾട്ടിപ്പിളിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സൂം ചെയ്യുക, കൂടുതൽ കാണാൻ പറ്റും നോക്കാം. അതിനുശേഷം ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. വീണ്ടും ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. സ്ലൈഡർ എ ആണ്. അതിൻ്റെ മാക്സിമം മിനിമം ഞാൻ മാറ്റുന്നില്ല. ഇൻക്രിമെൻറ്റ് 0.1 കൊടുക്കുന്നു. അതിനുശേഷം നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് sin x മൈനസ് എയുടെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇൻപുട്ടിൽ sin x മൈനസ് എന്ന് കൊടുക്കുക. ടൈപ്പ് ചെയ്തു. എയുടെ വാല്യൂ 0 ആകുമ്പോൾ ആ ഗ്രാഫ് ശ്രദ്ധിക്കുക. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. The points at which this graph cut or touch the x-axis give the solutions of the equation sin x equal to a. അപ്പോൾ ഇവിടെ sin x equal to a എന്ന് പറയുന്ന ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ കർവ് ആ എക്സ് ആക്സിൽ എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നു ആ പോയിന്റ്സ് ആണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെറ്റ് a is equal to 0 നമ്മൾ സെറ്റ് ചെയ്താൽ ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഓഫ് sin x equal to 0 എന്നാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ അതിനുശേഷം ഗ്രാജുവലി ഇൻക്രീസ് ദ വാല്യൂ ഓഫ് എ. ഒബ്സർവ് ഹൗ ദ പോയിന്റ്സ് ഡീവിയേറ്റ് ഫ്രം ദ മൾട്ടിപ്പിൾ ഓഫ് പൈയുടെ മൾട്ടിപ്പിൾ ക്രിയേറ്റ് ഇൻപുട്ട്. പിന്നെ ആ മാറ്റിയിട്ട് നമുക്ക് മറ്റ് ഫംഗ്ഷൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാഫ് മാത്രം കാണും. അപ്പോൾ ഞാൻ എക്ക് 0 സെറ്റ് ചെയ്തു. എക്ക് 0 സെറ്റ് ചെയ്യുന്നു, എന്നിന് 1 സെറ്റ് ചെയ്യുകയാണ്.
അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് ഏതൊക്കെയാണ് നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ, അതാണ് അതിൻ്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ടൂളുണ്ട്. ടൂൾ ബോക്സിൽ പോയി റൂട്ട് എന്ന് പറയുന്ന ഒരു ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ആ ടൂള് റൂട്ട്സ് എല്ലാം കാണാൻ പറ്റും. നമുക്കറിയാം ഇവിടെ ഏതൊക്കെ വാല്യൂസാണ് 0, π, 2π, 3π എക്സെട്ര. അപ്പോൾ നമുക്കവിടെ nπ എന്ന് പറയാം, n ബിലോങ്സ് ടു z എന്ന് പറയുകയും ചെയ്യാം. x is equal to nπ. അപ്പോൾ സൈൻ a ഈക്വൽ ടു 0 ആകുമ്പോഴാണ് സൈൻ x ഈക്വൽ ടു 0. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് പറയുന്നത് x is equal to nπ എന്ന് പറയുക, n ബിലോങ്സ് ടു z എന്ന് പറയുകയും ചെയ്യാം. അപ്പോൾ നമ്മളിതിനെ ഗ്രാജുവലി മാറ്റുമ്പോൾ മനസ്സിലാക്കുക അത് ആ റൂട്ട്സ് വരണമെങ്കിൽ അത് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യണമെന്ന്. ഇനി ഈ ഒരു ഇതൊന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻസ് given in the following table. If needed, you can change the distance on the x-axis using slider n. ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ആദ്യം ഞാൻ രണ്ടെണ്ണം ചെയ്യുക, ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക. ആദ്യം സൈൻ എക്സ് ഈക്വൽ ടു 1/2 നോക്കാം. നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ അത് 0യ്ക്കും 2πയ്ക്കും ഇടയിലാണെങ്കിൽ ആ സൊല്യൂഷനെ നമ്മൾ എന്ത് പറയും? പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയാം. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള സൊല്യൂഷനെയാണ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സൈൻ എക്സ് ഈക്വൽ 1/2 ചെയ്യാം. അതുപോലെ സൈൻ 3x ഈക്വൽ ടു -√3/2 ചെയ്യാം. നോക്കാം, ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക. സൈൻ എക്സ് ഈക്വൽ ടു 1/2 കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ എയുടെ സ്ഥാനത്ത് ഇവിടെ 1/2 എന്ന് പറയുമ്പോൾ 0.5 കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിനെ ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, അത് ടൂളൊന്ന് മിനിമൈസ് ചെയ്യുന്നു. ഇതാണ്. അപ്പോൾ നമുക്ക് ഈ n ഒന്ന് മാറ്റി കൊടുത്തെങ്കിൽ ഈ കറക്റ്റ് ഏതൊക്കെ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്നിന് ഞാൻ 1 കൊടുത്തു, 2 കൊടുത്തു, അപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയില്ല. 3 കൊടുത്തു, ശരിയായില്ല. പക്ഷെ നമ്മളിവിടെ എന്നിന് 1 ആയതുകൊണ്ട് പൈയുടെ മൾട്ടിപ്പിളാണ്. നമുക്ക് ഈ ഓരോന്നും കണ്ടുപിടിക്കാൻ നമ്മളൊരു കാര്യം ചെയ്താൽ മതി. ഈ n അങ്ങ് 12 ആക്കുക. 12 മാറ്റുമ്പോൾ എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സൂം ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ പോയിന്റിലാണ് ഇത് മീറ്റ് ചെയ്യുന്നത്. നമുക്ക് കാണാൻ പറ്റും. π/0യ്ക്ക് അതായത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് 0യ്ക്കും 2πയ്ക്കും ഇടയിലാണ്. അപ്പം നമുക്ക് നോക്കാം. പ്രിൻസിപ്പൽ സൊല്യൂഷൻ π/6ഉം 5π/6 ആണ്. ഒന്നുകൂടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ അടുത്തത് വരുന്നത് 13π/6 ആണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ അതെന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ അല്ല, 2πയേക്കാൾ വലുതായതുകൊണ്ട് അതിനെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത വരുന്നത് നമുക്ക് നോക്കി തന്നെ പറയാൻ പറ്റും. അടുത്ത വരുന്നത് 17π/6 ആണ്. അപ്പോൾ അങ്ങനെ പോകും. അപ്പോൾ ഇത് നോക്കി നമുക്ക് ഇതിൻ്റെ ജനറൽ സൊല്യൂഷനൂടെ പറയാൻ പറ്റും. അപ്പോൾ π/6, 5π/6, 13π/6, 17π/6 ഇതിനെ ജനറലായിട്ട് നമുക്ക് നോക്കിയാൽ മതി. അടുത്തെന്ന് പറയുന്നത് ഞാൻ സൈൻ 3x ഈക്വൽ ടു -√3/2. അപ്പോൾ നമ്മൾ സൈൻ 3xനെ ടൈപ്പ് ചെയ്യാൻ നമ്മൾ ഇൻപുട്ട് ബോക്സ് എടുത്താൽ മതി. ലാപ്പിലാണെങ്കിൽ ഇൻപുട്ട് ബോക്സ് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഈ f(x)ൽ സൈൻ 3x എന്ന് ആ എക്സിൻ്റെ കൂടെ 3 കൊടുത്താൽ മതി. നമുക്കത് ഗ്രാഫ് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ്. സൈൻ 3xൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് സൈൻ 3x - a ആണ്. അപ്പോൾ അവിടെ നമുക്ക് √3/2 ആണ് ടൈപ്പ് ചെയ്യേണ്ടത്, -√3/2. അപ്പോൾ നമ്മളത് ഈ എക്ക് എ എടുത്തിട്ട് -√3/2 അടിക്കുന്നതിന് SQRT 3 എന്ന് അടിച്ചാൽ മതി. SQRT ബ്രാക്കറ്റിൽ 3 എന്ന് കൊടുക്കുക /2.
ഇവിടെ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത നമ്പർ കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഈ റൂട്ട് ഇതിനകത്ത് തന്നെ വരും. അപ്പോൾ 2 കൊടുത്തു. അപ്പോൾ എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഗ്രാഫ് എങ്ങനെയാണ്. എന്നിട്ട് ഞാൻ മിനിമൈസ് ചെയ്തു. ഗ്രാഫ് മാത്രം നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിന് 4π/9 5π/9 പിന്നെ 10π/9 11π/9 എന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 12 എടുത്തപ്പോൾ ശരിയായില്ല. ഞാൻ അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് 3 ഡോട്ട്സിൽ പോയി ആ മാക്സിമം ഒരു 24 ആക്കിയപ്പോൾ നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമേ സെറ്റ് ചെയ്യുമ്പോൾ 24 വെച്ചങ്ങ് ചെയ്യുക. അങ്ങനെ നമുക്ക് ആ ഗ്രാഫ് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പോയിന്റ് ഒന്ന് സൂം ചെയ്തെങ്കിലേ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെ ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പം sin x = 1/2. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പൽ സൊല്യൂഷൻ π/6 5π/6 ആണ്. അപ്പോൾ അതിൻ്റെ ജനറൽ കേസ് ഇങ്ങനെ പറയാം, x = n/, ± 1n π/6 എന്ന് പറയാം. ഫസ്റ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷനാണ് ഇത്. അതിൻ്റെ ബേസിലാണ് ഇത് നമ്മൾ പറയുന്നത്. രണ്ടാമത് ഞാൻ ചെയ്ത ഇതാണ് ഇവിടെ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതുപോലെ 1 2 3 4 5 6 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് ഇതേപോലെ എഴുതാവുന്നതാണ്. ഫസ്റ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ 4π/9 ആണ് അതിൻ്റെ ബേസിൽ എഴുതി. അതുപോലെ ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് x/3. അപ്പോൾ അവിടെ ഒരു പ്രിൻസിപ്പൽ സൊല്യൂഷനെ കിട്ടിയുള്ളൂ. ഇപ്പോൾ ജനറലായിട്ട് ഇതിനെ എഴുതും, ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ജനറലായിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഇഫ് x1 is a principal solution of the equation sin x = a, then the general solution is x = n/, ± 1n x1. x1 എന്ന് ആദ്യത്തെ പ്രിൻസിപ്പൽ സൊല്യൂഷനാണ്. അപ്പോൾ പക്ഷേ അത് ഒരു kx എന്ന ഫോമിൽ വരികയാണെങ്കിൽ, ഇപ്പോൾ sin kx, ഇപ്പോൾ 3x മുമ്പേ പറഞ്ഞു, അങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ k കൊടുത്താൽ മതി. n/, ആണ് ജനറലായിട്ട് പറയുന്നത്, k കൊടുത്താൽ മതി. അപ്പോൾ എത്രയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ അടുത്ത് പറയുന്നത് sin x ഈ ബ്രാക്കറ്റാണ് x/k എന്ന് പറയുന്നത് എന്ന ഫോമിൽ വരിക എന്ന് വെച്ചാൽ ഈ ഫോമിൽ വരിക എങ്കിൽ നമ്മളതിനെ knx ഉണ്ടോ kn/, ± 1n(x1) എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരെണ്ണം മാത്രം വന്നത്. ഇതറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു ജനറൽ സൊല്യൂഷൻ വെച്ച് നമുക്ക് ഇത് മൊത്തത്തിൽ നമുക്ക് ഇതിൻ്റെ എഴുതാൻ പറ്റും. ഇത് ബാക്കി നിങ്ങൾ ചെയ്തു നോക്കുക. ഇതാണ് ആക്ടിവിറ്റി 6.1 എന്ന് പറയുന്നത്. അടുത്തത് ആക്ടിവിറ്റി 6.2 സൊല്യൂഷൻസ് ഓഫ് cos x = a. നേരത്തെ നമ്മൾ sin x = a ആണ്, ഇത് cos x = a. എന്നിട്ട് ആ എബോ അപ്ലറ്റ് ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഫംഗ്ഷൻ cos x - a കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ തൊട്ട് ഈ പറയുന്ന വാല്യൂസ് കണ്ടുപിടിക്കുക. ഈ പറയുന്ന cos 1/2 അതുപോലെ ഈ പറഞ്ഞ എല്ലാ വാല്യൂസും കണ്ടെടുക്കുക. അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും എഴുതുകയാണ്. ഞാൻ 1-2 ചെയ്യാം. cos x = 1/2 ചെയ്യാം, cos 2x = 1/2 ചെയ്യാം. 1-2 ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നേരത്തെ അപ്ലറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഈ ഫംഗ്ഷൻ മാറ്റി കൊടുക്കുക. ഫംഗ്ഷൻ നമുക്കിവിടെ cos x - a എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാറും. ഇവിടെ 0 ആക്കി കൊടുക്കുക. a 0 ആകുമ്പോൾ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ കാണാൻ പറ്റും. a 0 ആകുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം.
അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വാല്യൂസ് എന്ന് പറയുന്നത് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കോസിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് 0യ്ക്കും 2πയ്ക്കും ഇടയിലുള്ളതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്നിന് 1 കൊടുക്കുക. അപ്പോൾ എന്നിന് 2 കൊടുക്കുന്നു, എയ്ക്ക് 0 കൊടുക്കുന്നു, അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ ഇതിന് വേണ്ടി ജനറൽ സൊല്യൂഷൻ എങ്ങനെ പറയാം? അപ്പോൾ കോസ് എക്സ് ഈക്വൽ ടു 0 ആയാൽ നമുക്കറിയാം ഇവിടെ ഇതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് π/2 3π/2 ആണ്. ബാക്കിയെല്ലാം അത് പൈയുടെ വലിയ വാല്യൂസ് ആയതുകൊണ്ട് അത് അതിനകത്ത് വരത്തില്ല. അപ്പോൾ ഇവിടെ പൈയുടെ മൾട്ടിപ്പിൾ വരുന്നു. അപ്പോൾ നമുക്കിവിടെ n എന്ന് പറയുന്നത് അപ്പം ഏത് ഇൻറ്റിജർ ആയാലും ഇവിടെ 2n+1 × π/2 എന്ന് പറയുന്ന ജനറൽ സൊല്യൂഷൻ നമുക്കിവിടെ കൊടുക്കാനും പറ്റും. അത് നിങ്ങൾ നോക്കൂ. അത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ വരുന്നതെന്നൊക്കെ നമുക്ക് ഗ്രാഫ് നോക്കി പറയാൻ പറ്റും. നമ്മൾ നോക്കേണ്ടതല്ല cos x ഈക്വൽ ടു 1/2 ആയാൽ ഇപ്പോൾ എയുടെ വാല്യൂ 1/2 പറയുമ്പോൾ 0.5 കൊടുത്താൽ എങ്ങനെ കിട്ടും എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ജനറൽ സൊല്യൂഷനും പ്രിൻസിപ്പൽ സൊല്യൂഷനുമാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ n മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് വാല്യൂസ് കിട്ടും. n മാറ്റി കൊടുക്കുക. ഇപ്പോൾ 3 കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇവിടെ കിട്ടുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന്. ഇപ്പം π/3, അതുപോലെ 5π/3, 7π/3. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കുക, പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് 0യ്ക്കും 2πയ്ക്കും ഇടയിലുള്ളതിനാണ്. അപ്പം ഇവിടെ നമ്മൾ എയ്ക്ക് 0.5 കൊടുക്കുന്നു വെച്ചാൽ cos x ഈക്വൽ ടു 1/2 ആകുമ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഏതൊക്കെയാണ് നമുക്ക് ഗ്രാഫിൽ നിന്ന് അറിയാൻ പറ്റും. അത് π/3 5π/3 ആണ്. ബാക്കിയെല്ലാം 2πയേക്കാൾ വലുതായതുകൊണ്ട് നമുക്കത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ജനറൽ സൊല്യൂഷൻ പറയുമ്പോൾ ഇതെങ്ങനെ പറയാം? ഇപ്പോൾ സ്റ്റാർട്ടിംഗ് വാല്യൂ എന്ന് പറയുന്നത് π/3, അതുപോലെ അടുത്ത 5π/3 7π/3 13π/3 എന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്യണം. അപ്പോൾ ജനറലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, x is equal to small x ആണ്, x is equal to 2n π ± π/3. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റിനകത്തുള്ള പ്രോബ്ലമാണ്. ഈ കോസ് എക്സ് ഈക്വൽ 1/2 അല്ലെ കോസ് എക്സ് ഈക്വൽ ടു കോസ് ആൽഫ എന്ന രീതി വന്ന് നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ π/3 ആയതുകൊണ്ട് ഇവിടെ π/3 ചേർത്ത് എഴുതിയാൽ മതി. അത് ഇതെല്ലാം അതേപോലെ ചെയ്യാവുന്നതാണ്. ഈ 2x വന്നാൽ എന്ത് ചെയ്യാം? ഇപ്പോൾ 2x കൊടുക്കുന്നതിന് 2x ഈക്വൽ ടു cos 2x ഈക്വൽ ടു 1/2 ആണ്. അപ്പോൾ ഇവിടെ 2x കൊടുത്താൽ മതി. അവിടെ 2 എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ട് ബോക്സിലാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് (2x) ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2xൻ്റെ ഗ്രാഫ് കിട്ടും. 2x മൈനസ് 0.5ൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ n എന്ന് പറയുന്ന ആ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്താണ് ഇതിൻ്റെ വാല്യൂസ് കറക്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ 5/6ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് എഴുതുന്നത്. നമുക്ക് നോക്കാം, സൂം ചെയ്താൽ കാണാൻ പറ്റും. ഇവിടെ 5π/6 5/6 5π/6 7π/6 അതുപോലെ 11π/6 അങ്ങനെ 4 പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക 2 കൊണ്ട് 2x ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇരട്ടി പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കാം. പ്രിൻസിപ്പൽ ജനറൽ സൊല്യൂഷൻ നമുക്കത് നോക്കി ഗ്രാഫ് നോക്കി നമുക്കത് ജനറലൈസ് ചെയ്ത് പറയാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത് ഓരോ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടും. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം cos x കണ്ടോ, cos x മാത്രം വരികയാണെങ്കിൽ അതിന് 2 സൊല്യൂഷൻസ് ആണ്, പ്രിൻസിപ്പൽ സൊല്യൂഷനാണ്. ജനറൽ സൊല്യൂഷൻ നമുക്ക് എഴുതാവുന്ന കാര്യമുള്ള ഗ്രാഫ് നോക്കി. പിന്നെ 2x 3x ഒക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ 2x ആകുമ്പോൾ അതിൻ്റെ ഇരട്ടി 4 പ്രിൻസിപ്പൽ സൊല്യൂഷൻ വന്ന്, 3x ആകുമ്പോൾ 6 എണ്ണം വന്ന്, പിന്നെ x/2 ഉണ്ടോ by2 അല്ലെങ്കിൽ 3 ഒക്കെ വരികയാണെങ്കിൽ നമുക്കവിടെ ഒരേ സൊല്യൂഷൻ മാത്രമേ കാണത്തുള്ളൂ, പ്രിൻസിപ്പൽ സൊല്യൂഷൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി കൊടുക്കുമ്പം അവിടെ x/2 = 1/, അല്ലെങ്കിൽ x/3 = 1/2 എന്നൊക്കെ ടൈപ്പ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രിൻസിപ്പൽ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കുക. 0യ്ക്കും 2πയ്ക്കും ഇടയിലുള്ളതാണ്.
ഇപ്പം ജനറൽ സൊല്യൂഷൻ നമ്മൾ ഓരോ സൊല്യൂഷൻ നോക്കി ഇത് ജനറലൈസ് ചെയ്യേണ്ടി വരും. അപ്പം ജനറൽ ഫോം ഒക്കെ ചെയ്താൽ x1 is a principal solution of the equation cos x equal to a ആയാൽ ദെൻ ജനറൽ സൊല്യൂഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. x1 എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? ഇപ്പോൾ 2n π പ്ലസ് ഓർ മൈനസ് x1 എഴുതാം. പക്ഷേ ഇവിടെ kx എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. അപ്പം ഇവിടെ അതിൻ്റെ കൂടെ 2k വരുവാണെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി. ഈ സൊല്യൂഷനെ ഈ ടേമിനെ k കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കതിൻ്റെ ഓരോ സൊല്യൂഷനും എഴുതാൻ പറ്റും. അതുപോലെ ബൈ വരുവാണെങ്കിൽ ആ k കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ അത്രയും സൊല്യൂഷൻ നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് ആക്ടിവിറ്റി 6.3 ആണ് സൊല്യൂഷൻസ് ഓഫ് tan x ഈക്വൽ ടു a. അത് നേരത്തെ അതേ അപ്ഡേറ്റ് ഉപയോഗിക്കുക. അതിനകത്ത് എഡിറ്റ് ചെയ്താൽ മാത്രം മതി. tan x ഈക്വൽ ടു 1 കാണാം, tan x ഈക്വൽ ടു √3 കാണാം, tan 2x കാണാം. നമുക്ക് ഇതേപോലെ രണ്ടെണ്ണം ഞാൻ ചെയ്യുക, ബാക്കി നിങ്ങൾ നോക്കുക. അപ്പം tan x ഈക്വൽ ടു 1 എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് വേണ്ടി ഇവിടെ tan x ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എയ്ക്ക് 1 കൊടുത്താൽ മതി. ഇപ്പോൾ tan x-ൻ്റെ മൈനസ് എയുടെ ഗ്രാഫ് ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ 0 വരുന്ന എവിടെയൊക്കെയാണ് നമുക്കിവിടെ നോക്കി കാണാൻ പറ്റും. അത് 0 അതായത് tan x ഈക്വൽ 0 വരുമ്പോൾ അതിൻ്റെ വാല്യൂസ് എവിടെയൊക്കെയാണ് നമുക്ക് നോക്കി കാണാൻ പറ്റും. നമുക്കറിയാം അത് പൈയുടെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി 1 ആയാൽ tan x ഈക്വൽ ടു 1 ആയാൽ ഇതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും അത് നോക്കാം. അതിന് നമ്മൾ എയ്ക്കും വാല്യൂ 1 കൊടുത്താൽ മതി. അവിടെ 0 മാറ്റിയിട്ട് 1 കൊടുക്കുക, എൻ്റർ അടിക്കുക. എന്നിട്ട് നമ്മൾ ആ സ്ലൈഡർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ വാല്യൂസിനാണ് വന്നതെന്ന്. ഏകദേശം 4 കൊടുക്കുമ്പോൾ നമുക്കറിയാം എന്നിന് 4 കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്കിത് കാണാൻ പറ്റും. ഇത് π/4, 5π/4, 9π/4 അങ്ങനെ. അപ്പോൾ ഇവിടെ രണ്ട് സൊല്യൂഷൻസ് നമുക്കിവിടെ രണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കിട്ടും. π/4ഉം 5π/4 നമുക്കിവിടെ നിന്ന് കിട്ടും. ഇതിൻ്റെ ഇതുപോലെ നമുക്കറിയാം 9π/4, 5π/4, 9π/4, 13π/4. ഇതൊരു AP ആണെന്നതനുസരിച്ച് നമുക്ക് അതിന് ജനറൽ സൊല്യൂഷൻ എഴുതാനും പറ്റും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ട π/4, 5π/4. അപ്പോൾ ഈ π/4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ nπ + 5/4 നമുക്ക് എഴുതാൻ പറ്റും. ഇത് നമ്മൾ tan x = tan α എന്ന രീതിയിൽ നമ്മൾ ടെക്സ്റ്റിൽ കണ്ടുപിടിക്കുന്നതാണ്. ഇതും അതുപോലെ ഇപ്പം tan 3x = -1 ആയാൽ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു? -1 ആവുന്നതിന് tan 3x. അപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? f(x)ൻ്റെ അവിടെ 3 എന്ന് കൊടുത്താൽ മതി. എക്സിൻ്റെ കൂടെ 3 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഈ ഗ്രാഫിനകത്ത് മാറ്റം ഉണ്ടാവും. നമുക്ക് കണ്ടുപിടിക്കേണ്ട tan x = -1 ആണ്. അപ്പോൾ -1 ആകുമ്പോൾ എയുടെ വാല്യൂ നമ്മൾ -1 എന്ന് കൊടുത്താൽ മതി. tan 3x = -1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എയുടെ വാല്യൂ -1 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാഫ് കാണാൻ പറ്റും. അത് ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കാണാം. ഈ n12 സെറ്റ് ചെയ്താൽ ഏകദേശം എല്ലാ വാല്യൂസും നമുക്ക് കണ്ടുപിടിക്കുക. ഇതും പറ്റത്തില്ലെങ്കിൽ 18ൽ കൊണ്ടുപോവുക. ഇവിടെ π/4, 7π/12, അങ്ങനെ 11π/12 അങ്ങനെ അടുത്ത് വരുന്നത് പക്ഷേ 5/4 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്നും സൊല്യൂഷൻ റീജിയൻ കണ്ടുപിടിക്കാൻ പറ്റും. ഏകദേശം 6 എണ്ണം വരും ഇവിടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് നോക്കി നമുക്കിതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ജനറൽ സൊല്യൂഷൻ നമുക്ക് ഇങ്ങനെ പറയാം, പ്രിൻസിപ്പൽ സൊല്യൂഷൻ എങ്ങനെ പറയാം? ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ. അപ്പോൾ n അവിടെ 12 കൊണ്ട് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അത് നോക്കി നമുക്കിവിടെ പറയാം. നേരത്തെ പറഞ്ഞാണ് സൈനും കോസും ഒക്കെ പറഞ്ഞപ്പോൾ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുവാണെങ്കിൽ നമ്പർ, അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതിനകത്ത് ഇവിടെ ഈ ബൈ 3 കൊടുക്കുക, എന്നിട്ട് ഫസ്റ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ ബൈ 4 ആയതുകൊണ്ട് ഇവിടെ ഇൻറ്റു 4 കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പം ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഇഫ് x1 ഈസ് എ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ tan x ഈക്വൽ ടു ദെൻ ദ ജനറൽ സൊല്യൂഷൻ ഈസ് x ഈസ് ഈക്വൽ ടു n പൈ പ്ലസ് x1. അതുപോലെ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെയാണ്, ടാനും സൈനും കോസും എല്ലാം പറഞ്ഞ കൂട്ട് തന്നെയാണ് ഇതും. അപ്പം അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ x1 ആണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 6.3 എന്ന് പറയുന്നത്. അടുത്തത് 6.4 ആണ്, സൊല്യൂഷൻസ് ഓഫ് ട്രിഗണോമെട്രി ഇക്വേഷൻ ജനറൽ. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ സ്ട്രിപ്പിന് ചെയ്താൽ മതി. ക്രിയേറ്റ് ആൻ ഇൻറ്റിജർ സ്ലൈഡ് n, ചേഞ്ച് ദ ഡിസ്റ്റൻസ് മാർക്ക് ഓൺ എക്സ് ആക്സ് x/n എന്ന് കൊടുക്കാം. പിന്നെ അവിടെ ഇൻപുട്ടിൽ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ സൈൻ എക്സ് എന്നും g(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ കോസ് എക്സ് എന്നും കൊടുക്കുക. അപ്പോൾ ആദ്യം സൈൻ എക്സ് ടൈപ്പ് ചെയ്യുക, രണ്ടാമത് കോസ് എക്സ് ടൈപ്പ് ചെയ്യുക. പിന്നെ f-g കണ്ടുപിടിക്കുക. f g ഹൈഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് അതിൻ്റെ ഒബ്സർവേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ജനറൽ സൊല്യൂഷൻ ഒക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. നേരത്തെ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ എൻ്റെ ഇൻറ്റിജർ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തു. ഡിസ്റ്റൻസ് π/4 π/n ആക്കി മാറ്റുന്നു. എന്നിട്ട് നമ്മളിത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ആദ്യത്തെ ഫംഗ്ഷൻ സൈൻ എക്സ്. അപ്പോൾ നമ്മൾ സൈൻ എക്സ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ക്ലിക്ക് ചെയ്യുക. അടുത്തത് പറയുന്ന കോസ് എക്സ് ആണ്, അപ്പോൾ അതുപോലെ കോസ് എക്സും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം f-g, അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ f എന്നും കാണിക്കും, രണ്ടാമത്തെ g എന്നും കാണിക്കും. അപ്പോൾ f-g എന്ന് ടൈപ്പ് ചെയ്താൽ മതി. f-g, അതാ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്ന് പറയാം നമുക്കതിനെ. എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ 3 ഗ്രാഫും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ f(x)ഉം g(x)ഉം ഹൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് സൈൻ എക്സ് മൈനസ് കോസ് എക്സിൻ്റെ ഗ്രാഫാണ്. ഇപ്പോൾ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്ന രീതിയിൽ വന്നാൽ നമുക്കിതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ കൂടെ നമുക്ക് അതിൻ്റെ റൂട്ട്സ് ഒന്ന് എഴുതാം. റൂട്ട്സ് എടുക്കുന്നതിന് റൂട്ട്സ് എന്ന് പറയുന്ന ടൂൾ എടുത്ത് ആ ലൈനിൽ ആ കർവിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റൂട്ട്സ് വരും. ഇതിനെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കാം, 4 കൊടുക്കുമ്പോൾ π/4 5π/4. അപ്പോൾ π/4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷനൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ π/4ഉം 5π/4 ആണെന്ന് പറയാം. ജനറൽ സൊല്യൂഷൻ നമുക്ക് ഇതേപോലെ കണ്ടുപിടിക്കാം. അടുത്ത് നമുക്ക് അടുത്തത് സൈൻ 2x ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കാം. അത് ചെയ്യുന്നതിന് നമ്മളിവിടെ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന f(x), നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന സൈൻ 2x ഈക്വൽ ടു കോസ് എക്സ്. അപ്പോൾ ഇവിടെ 2x കൊടുത്താൽ മതി. സൈനിൻ്റെ ഭാഗത്ത് 2x എഡിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കിട്ടും. ഇവിടെ ഇരുന്ന് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനും കണ്ടുപിടിക്കാം. അപ്പോൾ ഇതേപോലെ π/6ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരും. അത് നോക്കി നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷനൊക്കെ അറിയാം. π/6 π/2 അപ്പോൾ 4 പ്രിൻസിപ്പൽ സൊല്യൂഷൻ വരും. അത് നമുക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ സൈൻ 2x പ്ലസ് സൈൻ 3x അതെങ്ങനെ ടൈപ്പ് ചെയ്യാം? സൈൻ 2x പ്ലസ് സൈൻ 3x ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ നോക്കാം.
അപ്പോൾ ഇവിടെ രണ്ടും സൈൻ 2x പ്ലസ് സൈൻ 3x ആണ്. അപ്പോൾ നമുക്കിവിടെ സൈൻ 3x ആണെന്ന് എഴുതുക. ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് സൈൻ 2x പ്ലസ് സൈൻ 3x ഈക്വൽ ടു 0 എന്ന് ടൈപ്പ് ചെയ്യാം. സൈൻ 2x പ്ലസ് സൈൻ 3x ഈക്വൽ ടു 0. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമുക്കറിയാം ഇങ്ങനെയാണ് ഏകദേശം വരുന്നത്. അത് π/3 മൾട്ടിപ്ലൈ ആയിട്ട് വരും. നമുക്കിങ്ങനെ അതിൻ്റെ വാല്യൂം കണ്ടുപിടിച്ച് അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ എഴുതാവുന്നതാണ്. സൂം ഔട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ച് നമുക്കിതിനെ കറക്റ്റ് അതിൻ്റെ വാല്യൂസ് എഴുതാവുന്നതാണ്. സൂം ചെയ്താൽ കറക്റ്റ് അതിനെ ഈ ഓരോ പോയിന്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിന് ഇതേപോലെ ഓരോന്നും കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ജനറലൈസ് ചെയ്യുമ്പോൾ എക്സിന് 2 രീതിയിൽ നമ്മൾ ജനറലൈസ് ചെയ്യേണ്ടി വരും. ഈ കേസൊക്കെ 2 രീതിയിൽ നമുക്ക് ജനറലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 6.4 എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് ജനറലൈസേഷൻ പെട്ടുകൾക്ക് ബുദ്ധിമുട്ടായി വരും. നമ്മളോട് സഹായിച്ചെങ്കിൽ മാത്രമേ ജനറലൈസേഷനിൽ എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ട്രെയിൻ ചെയ്ത് നോക്കുക.